വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക. അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്തു ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ്, അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു, കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ 1-ാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഹനീഫ് കായക്കുടി ഇപ്പോൾ നടത്തിയ ഈ വെല്ലുവിളി മാത്രം മതി നവമടവൂരികളായിട്ടുള്ള ആളുകളുടെ ആദർശ പാപ്പരത്വം കൃത്യമായി ബോധ്യപ്പെടാൻ. ഇയാൾ പ്രായം കൂടുമ്പോൾ പൊതുവെ പക്വത കൂടുന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇയാളെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. അപക്വമായ രീതിയിൽ യാതൊരു തത്വദീക്ഷതയും ഇല്ലാതെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം കിട്ടുക കണ്ടത് മുഴുവനും എടുത്ത് ആരോടാണ്, എന്തിനാണ്, എപ്പോഴാണ് വെല്ലുവിളിക്കേണ്ടതെന്നൊന്നും ഇയാൾക്ക് അറിയില്ല. അയാളുടെ ബെല്ലും ബ്രേക്കൊക്കെ പോയിന്. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. എന്ത്? സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ വാചനം എടുത്തിട്ട് അത് ശിർക്കല്ല എന്ന് പറഞ്ഞ പൂർവികരെ കാണിച്ചു കൊടുത്താൽ ഇയാൾ എന്ത് ചെയ്യും? പൊതുജീവിതം അവസാനിപ്പിക്കും. കായക്കൊടി, നിങ്ങളങ്ങനെ പൊതുജീവിതം അവസാനിപ്പിക്കണ്ട. അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നൊരു കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പൊതുജീവിതം അവസാനിപ്പിക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളിപ്പോൾ ഇത് വെല്ലുവിളിക്കണമെങ്കിൽ അങ്ങനെ സൂറത്തുൽ ജിന്നിലെ ആയത്തെടുത്ത് വെച്ചിട്ട് വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതരോ പ്രബോധകരോ ഈ ആയത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് എവിടെങ്കിലും പറഞ്ഞത്, ആരോടെങ്കിലും പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവാ. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പൊതുജീവിതം തുടർന്നോ. അത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും പേരിൽ കളവ് പറഞ്ഞ് നടക്കാതെ പൊതുജീവിതങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കളവും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പണ്ടെപ്പോഴെങ്കിലൊക്കെ ചെയ്തു പോയ അമലുകളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കോളാം, ഞങ്ങളുടെ തെറ്റുകളൊക്കെ നിങ്ങളങ്ങോട്ടും വാങ്ങിക്കോ. അങ്ങനെ നിങ്ങൾ പൊതുജീവിതമായിട്ട് ഇങ്ങനെ നടന്നോ. നിങ്ങളിവിടെ വേണം. നിങ്ങളിതുപോലെ ഒരു 10 സ്ഥലത്ത് പ്രസംഗിച്ചൊരു കാര്യങ്ങൾ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. വിസ്ഡം വിഭാഗത്തിൻ്റെ പ്രബോധകർ ഇവിടെ പരസ്യമായി സമൂഹ മധ്യത്തിൽ അവരുടെ ആദർശം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസൊക്കെ ഇന്നത്തെ സാധാരണ ഉത്ബുദ്ധ സമൂഹത്തിനുണ്ട്. മുസ്ലിയാരെ ഉണ്ട് കായക്കൊടി. അതുകൊണ്ട് നിങ്ങളിവിടെ ഇങ്ങനെ പ്രവർത്തിക്കണം. ഇതുപോലെ കളവുകൾ പറഞ്ഞ്, കളവ് മാത്രം പറഞ്ഞ് നിങ്ങളിവിടെ ഇങ്ങനെ നിലനിന്നെങ്കിലേ ഈ കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ വെല്ലുവിളികൾ നടത്തണം. പണ്ട് നന്ദി പള്ളി പൂട്ടി താക്കോൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മറ്റേ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറുപടി പറയുന്നിടത്ത് യാ ഇബാദല്ലാഹ് എന്ന് പറയുന്ന ഹദീസ് കൂട്ടിക്കെട്ടിയ വിഷയമുണ്ടല്ലോ, അത് പറയുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ വെല്ലുവിളി നിരർത്ഥകമാണ്. ഇവിടെ ആ ആയത്ത് ശിർക്കല്ല എന്ന് ഞങ്ങളാരും ഇവിടെ എവിടെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും നിങ്ങളുടെ സ്ഥിരം കളവ് പരിപാടികൾ നിങ്ങളിവിടെ ആവർത്തിക്കുന്നു എന്നല്ലാതെ
അന്നം തിന്നുന്ന ഏതെങ്കിലും കേന്നമ്മുകാരൻ നടവമടൂരിയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്ത ഹലാല് തിന്നുന്ന ഏതെങ്കിലും ഒരുത്തങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കാൻ ഞങ്ങൾ തിരിച്ചു വെല്ലുവിളിക്കുകയാണ്. ഹറാമ് തിന്നാത്ത ഏതെങ്കിലും ഒരുത്തൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ?